അങ്ങനെ 3-ാം തീയതി നരേന്ദ്രമോദി തൃശ്ശൂർക്ക് വരികയാണ്. തൃശ്ശൂർക്ക് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് നിരവധി ഫ്ലെക്സ് ബോർഡുകൾ നമ്മുടെ നാട്ടിൽ വെച്ചിരുന്നു. പലയിടങ്ങളിലും തൃശ്ശൂർ തന്നെ വെച്ചിരുന്നത് കോർപ്പറേഷൻ തന്നെ എടുത്ത് മാറ്റിയിരിക്കുകയാണ്. പലരും പറയുന്നത്, ഈ സമയത്ത് പറയുന്നത്, പ്രവർത്തകർ പറയുന്നത്, ഇതുപോലെ പല സമയത്തും പല പ്രവർത്തനങ്ങളും പല രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും വന്നിരുന്നു. ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. പലരും ഫ്ലെക്സ് വെക്കാറുണ്ട്, പല പരിപാടിക്കും വെക്കാറുണ്ട്, പക്ഷെ അതിനൊന്നും ഇല്ലാത്ത ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെ വലിയ രീതിയിലുള്ള ആഘോഷമൊന്നും ഇല്ലാതിരിക്കാനുള്ള ശ്രമമാണെന്നൊക്കെ പ്രവർത്തകരും മറ്റുമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദി 3-ാം തീയതി വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥിതിവിശേഷമാണ് തൃശ്ശൂർ കാണാൻ സാധിക്കുക. സ്ത്രീജനങ്ങൾക്കൊപ്പം തന്നെ പുരുഷജനങ്ങളും ഒരുപാട് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം പലതരത്തിലും പലയിടങ്ങളിൽ നിന്നും പാസ് മൂലം ഒക്കെ നിരവധി പേരാണ് ഇത് കാണാനായിട്ട്, നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ ഒരു നോക്ക് കാണാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പേർ നാനാ ദിക്കുകളിൽ നിന്ന്, പ്രധാനമായിട്ടും തൃശ്ശൂരിൽ നിന്ന് തന്നെ വരുന്നതോടുകൂടി തൃശ്ശൂർ ബ്ലോക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട്. തൃശ്ശൂർ ടൗണിലൊക്കെ ഉള്ളവർ കൂടുതൽ ആ ദിവസം നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. കാരണം അതല്ലെങ്കിൽ പാടുപെടേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. കാരണം റോഡ് മുഴുവൻ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. അത്രയും ആളുകളും ജനത്തിരക്കും ജനപ്രവാഹവും ഒക്കെ തൃശ്ശൂർ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് കാണാം. എന്തായാലും നരേന്ദ്രമോദിയെ നമ്മുടെ നാട്ടിൽ ആ പാർട്ടിക്കുണ്ടായ സ്വാധീനം വളരെ കുറവാണെന്ന് പലരും പറയുമ്പോഴും എന്നാൽ അത്രയൊന്നും കുറവല്ലെന്ന് കാണിക്കാനുള്ള ഒരു ഷോ തന്നെയായിരിക്കും ഇത്. എന്തായാലും സുരേഷ് ഗോപി ഈ പ്രാവശ്യവും മത്സരിക്കുമെന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയുള്ള ഒരു തുടക്കമായിരിക്കും ഇത്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് തൃശ്ശൂർ ജയിക്കുമോ എന്നുള്ളതുണ്ട്. പക്ഷേ അവിടെ എതിരായിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? സുനിൽകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ അതൊരു കടുത്ത മത്സരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ആര് ജയിക്കണമെന്നാണ്? അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ മറ്റ് വ്യക്തികളോ ആരായിരിക്കണം ജയിക്കണം? ഏത് പാർട്ടിയാണ് ജയിക്കേണ്ടതെന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം. അതൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.